ആദ്യം മുതൽ ഒന്നുകൂടി പറയാം കേട്ടോ. നമ്മളപ്പോ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് രജിസ്ട്രാർ ഇൻ ICU ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. വൺ സീനിയർ റെസിഡന്റ് who become registrar post MD will always be on duty. He or she can be a consultant later after few years of attendant experience. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? PG കഴിഞ്ഞു അല്ലെ. ഇപ്പോ MBBS കഴിഞ്ഞു, PG കഴിഞ്ഞു, 2 years PG കഴിഞ്ഞു, MD എടുത്ത് അതിനുശേഷം എന്താണ് 3 years അവർക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും അല്ലെ, റെസിഡന്റ് ട്രെയിനിങ് പീരീഡ് ആയിരിക്കും നൽകുന്നത്. അതിനുശേഷമാണ് ഒരു ഡോക്ടറായിട്ട് മാറുന്നത്. അതാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് ICUവിലെ രജിസ്ട്രാർ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയില്ലേ പോയിന്റ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാല് MBBS കഴിഞ്ഞു, PG എടുത്തു അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ MD എടുത്ത് അതിനുശേഷം 3 years അവർക്ക് ഒരു ട്രെയിനിങ് പീരീഡ് നൽകുന്നുണ്ട്. ആ 3 years ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് സീനിയർ റെസിഡന്റ് ഡോക്ടറായിട്ട് മാറുന്നത്. ഈ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് ICUവിലെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഇനി അവിടെ ഷിഫ്റ്റ് അല്ലെ, ഷിഫ്റ്റിംഗ് ടൈം എങ്ങനെയാണെന്ന് നോക്കാം. ഷിഫ്റ്റ് ഡ്യൂട്ടി ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഡ്യൂട്ടി എത്ര ടൈം ആയിരിക്കാം? 12 hours ആയിരിക്കാം അവരുടെ ഷിഫ്റ്റിംഗ് ടൈം ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് തേർഡ് പോയിന്റ് നോക്കാം. The senior resident has the right to start and perform emergency treatment, which may be inevitable without permission. Later consultant must be informed. ഇനിവൈറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അപ്പൊ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യം ICUവില് വരികയാണെങ്കിൽ അല്ലെ, നമുക്കറിയാം ICUവിൽ കിടക്കുന്ന പേഷ്യൻസ് എന്താണ്, എമർജൻസി കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ICUവിൽ കിടക്കുന്നത്. അപ്പോ എന്തെങ്കിലും ആ പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് കണ്ടീഷൻ മാറുകയാണെങ്കിൽ അല്ലെ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് വിളിച്ചു ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ഈ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് അവരെ ട്രീറ്റ്മെന്റ് നൽകാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് വരെ ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? രജിസ്ട്രാർ ഇൻ ICUവിലെ 3 പോയിന്റ്സും ക്ലിയർ ആയോ മക്കൾക്ക്? ഇനി പറയണോ ഏതെങ്കിലും പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU അല്ലെ? ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാല് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മള് ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? PG ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് നമ്മള് ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. ഏതാ നെക്സ്റ്റ് പറയേണ്ടത്? സീനിയർ റെസിഡന്റ് ആണോ പറയേണ്ടത്? ഏത് പോയിന്റ് ആണ് പറയേണ്ടത്? തേർഡ് പോയിന്റ് ആവും. തേർഡ് പോയിന്റ് സീനിയർ റെസിഡന്റിന്റെ തേർഡ് പോയിന്റ് ഒന്നുകൂടി പറയാം കേട്ടോ. എന്താണ് ഈ ICUവിൽ അല്ലെ, ICUവിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എന്താണ് എമർജൻസി കെയർ ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസുകളായിരിക്കും അല്ലെ. അപ്പോ ആ പേഷ്യൻസിന് എന്തെങ്കിലും സാഹചര്യം അവരുടെ കണ്ടീഷൻ എന്തെങ്കിലും മോശമാവേണമെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് എന്താണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് അവരെ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ നസ്രി? ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റിലോട്ട് പോട്ടെ മിസ്. ഓക്കെ. ഇനി എന്താണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU അല്ലെ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ will be on duty in unit day and night. അപ്പോ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല്
പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ് അല്ലെ, 24 hours അവർക്ക് ഡ്യൂട്ടി ഉണ്ടാകും. ക്ലിയർ ആയോ? ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞാല് മുഴുവൻ ടൈമും അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് 24 hours ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കാം. The duty would include keeping patients record while in ICU and preparing summaries. എന്താ പറയുന്നത്? പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാം. അതുപോലെ ICU ഉള്ള പേഷ്യന്റിന്റെ എന്താണ് പ്രിപ്പയറിംഗ് സമ്മറീസ് അല്ലെ, അവരുടെ എന്താണ് റെക്കോർഡിൽ അവരുടെ എന്തെങ്കിലും സമ്മറീസ്, പേഷ്യന്റിന്റെ സമ്മറീസ് പ്രിപ്പയർ ചെയ്യാം. അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കണം, അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്, അവരുടെ കണ്ടീഷനിൽ എന്തെങ്കിലും, അവരുടെ ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ബെറ്റർ ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ഈ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ കടമകൾ എന്തൊക്കെയാണ്? കീപ്പിംഗ് പേഷ്യൻസ് റെക്കോർഡ്, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. അതുപോലെ എന്താണ് ICU പേഷ്യന്റിന്റെ എന്താണ് പ്രിപ്പയറിംഗ് സമ്മറീസ് അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ, ബെറ്റർ ആവുന്നുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടോ, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അവര് ഈ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ അവരുടെ ഡ്യൂട്ടി എന്താണ്? എത്ര അവേഴ്സ് ആയിരിക്കും? 24 hours ആയിരിക്കും. ക്ലിയർ ആയി ഇത്രയും പോയിന്റ്സ്? ഓക്കെ ആണോ? സീനിയർ റെസിഡന്റും ജൂനിയർ റെസിഡന്റും ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടോ, ഡോക്ടർ എന്തെങ്കിലും ചോദിക്കട്ടോ. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ മിസ്റ്റർ? ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. എന്താണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ? എന്താണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ? ക്രൈറ്റീരിയസ് എന്തായിരിക്കാം? മാനദണ്ഡങ്ങൾ. ജൂനിയർ റെസിഡന്റ് ഒന്നും കൂടി പറയണോ? ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാല് PG കഴിഞ്ഞവരായിരിക്കും. PG കഴിഞ്ഞവരല്ല, PG ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ, തുടർന്നുകൊണ്ടിരിക്കുന്ന PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ എന്താണ് അവരുടെ അവേഴ്സ് അല്ലെ, ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറഞ്ഞാല് ഡേ ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും. എന്താണ് 24 hours അവർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. പിന്നെ എന്താണ് കീപ്പിംഗ് പേഷ്യൻസ് റെക്കോർഡ്. അതുപോലെ എന്താണ് ICU എടുക്കുന്ന പേഷ്യൻസിനെ സമ്മറീസ് പ്രിപ്പയർ ചെയ്യുന്നതും ഇവരുടെ ഡ്യൂട്ടി ആയിരിക്കും. എന്തൊക്കെ സമ്മറീസ് ആയിരിക്കും? അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്, അതുപോലെ എന്താണ് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ബെറ്റർ ആയോ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അങ്ങനെയുള്ള സമ്മറീസും എഴുതി വെക്കുന്നത് ജൂനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയില്ലേ? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനദണ്ഡങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. ടു ഒപ്റ്റിമൈസ് ICU resources and enhance outcomes, ICU admissions should be graded on the basis of combination of factors. എന്താണ് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം ഒപ്റ്റിമൈസ്? ഒപ്റ്റിമം യൂസ് ചെയ്യണോ അല്ലെ? ICUയുടെ റിസോഴ്സസുകൾ നമ്മൾ ഒപ്റ്റിമം യൂസ് ചെയ്ത് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്
എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് അല്ലെ, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, prioritization in accordance with to the patient's severity of illness. എന്താണ്? ഐസിയുവിൽ വരുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കാം? നമ്മള് സിവിയർ ആയിട്ട് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് അല്ലെ, തീവ്രമായിട്ട് കെയർ കൊടുക്കേണ്ട അല്ലെങ്കിൽ രോഗബാധിതരായിരിക്കാം ഐസിയുവിൽ വരുന്ന പേഷ്യൻസ്. അപ്പോ എന്താണ് പ്രയോറിറ്റൈസേഷൻ? എന്തറിയോ പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ഐസിയുവിൽ വരുന്ന പേഷ്യൻസിന് നമ്മള് സിവിയർ ആയിട്ടുള്ള മുൻഗണന കൊടുക്കണം അല്ലെ. എന്താണ് എങ്ങനെയുള്ള പേഷ്യൻസ് മുൻഗണന കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ഏത് പേഷ്യൻസിനാണ് നോക്കിയിട്ട് അവർക്കായിരിക്കണം ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ. കൂടുതൽ രോഗം അല്ലെങ്കിൽ സിവിയർ കേസുള്ള സിവിയർ കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ഐസിയുവിൽ വരുമ്പോ ആർക്കായിരിക്കണം ആദ്യമായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണെന്ന് നോക്കണം. അതാണ് ഫസ്റ്റ് ഫാക്ടർ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഫാക്ടർ ഓക്കെ ആണോ? ഇനി സെക്കൻഡ് നോക്കാം. സ്പെസിഫിക് patient needs such as life supporting therapies. എന്താ പറയുന്നത്? നമ്മള് ഐസിയുവിൽ വരുന്ന പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ട് ആയിട്ട് തെറാപ്പികള് അതുപോലെ എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലേ. നമ്മള് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ ലൈഫ് സപ്പോർട്ടിങ് ആയിട്ട് നമ്മൾ പല എക്യുപ്മെന്റ്സും ഐസിയുവിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്തായിരിക്കാം? അവർക്ക് ചിലപ്പോൾ കിടപ്പ് രോഗികൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ട എക്യുപ്മെന്റ്സ് അതുപോലെ തെറാപ്പികളൊക്കെ ചെയ്യുന്ന സ്റ്റാഫുകളായാലും എക്യുപ്മെന്റ്സ് ആയാലും ഐസിയുവിലുണ്ട്. പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ച് അല്ലെ, സ്പെസിഫിക് പേഷ്യൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ച് അവിടെ എന്ത് ചെയ്യണം? ലൈഫ് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ലൈഫ് സപ്പോർട്ട് കൂടുതൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ നീഡ്സ് അറിയണം. അതും എന്താണ്? സെക്കൻഡ് ഫാക്ടർ ആണ്. ഇനി എന്താണ്? ഡയഗ്നോസിസ്. അതറിയാലോ. ഡയഗ്നോസിസ് എന്തായിരിക്കാം? രോഗനിർണയം അല്ലെ. അപ്പൊ എന്താണ്? ഓരോ കാർഡിയാക് അറസ്റ്റ് അതുപോലെ സ്ട്രോക്കുകൾ അങ്ങനെ ആയിട്ട് വരുന്ന പേഷ്യൻസ് നമ്മൾ എന്താണ് ഇങ്ങനെ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രോക്ക് വരുമ്പോൾ അവർക്ക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ കൂടുതൽ കെയർ കൊടുക്കുക, തെറാപ്പികൾ ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള കെയറും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐസിയുവിൽ. അപ്പോ അതും രോഗനിർണയവും ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. എന്താണ്? പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്തായിരിക്കാം? പ്രോഗ്നോസിസ് പ്രവചനം. പ്രോഗ്നോസിസ് മീൻസ് പ്രവചനം. ഇപ്പോ ഒരു ഡോക്ടർ ഒരു രോഗിയെ വാർഡിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു ഡോക്ടർ വന്നിട്ട് അയാളുടെ കണ്ടീഷൻ ഇത്തിരി മോശമാവണമെങ്കിൽ പറയാണ് ഇയാളെ ഐസിയുവിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അയാളുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്. അപ്പൊ നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡിൽ നിന്ന് ഒരു പേഷ്യന്റിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഐസിയുവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കണ്ടീഷൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ കെയർ കൊടുത്ത് അയാൾക്ക് എന്താണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നല്ല രീതിയിൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോ അവിടെ എന്താണ് ഡോക്ടർ പ്രവചിക്കുകയാണ് അല്ലെ. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അയാളുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അതും എന്താണ് ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? പ്രോഗ്നോസിസ് ക്ലിയർ ആയോ? പ്രവചനം. ഓക്കെ. പ്രോഗ്നോസിസ് എന്താ പറഞ്ഞത്? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവചനമാണ്. പ്രോഗ്നോസിസിൽ പറയുന്നത് എന്താണ്? ഒരു ഡോക്ടർ വാർഡിൽ കിടക്കുന്ന ഒരു രോഗിയെ എന്ത് ചെയ്തു? ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ കണ്ടീഷൻ മോശമാവേണ്ടെങ്കിൽ ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇന്റൻസീവ് കെയർ കൊടുത്ത് നല്ല രീതിയിൽ അയാളുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ ആ ഡോക്ടറിന്റെ പ്രവചനവും എന്താണ് ഒരു ഫാക്ടർ ആയിട്ടാണ് ഐസിയു അഡ്മിഷൻ ക്രൈറ്റീരിയയില് പറയുന്നത്. ക്ലിയർ ആയില്ലേ? പ്രോഗ്നോസിസ് മനസ്സിലായോ? ഓക്കെ ആണോ?
ഇനി നെക്സ്റ്റ് എന്താണ്? പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. എന്താണ് ഇന്റർവെൻഷൻസ്? ഇന്റർവെൻഷൻസ് എന്തായിരിക്കാം? ഇടപെടൽ. കേട്ടിട്ടുണ്ടോ? ഇടപെടൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള് ഔട്ട് പേഷ്യന്റിലെ ഇന്റർവെൻഷൻസ് എന്താണെന്ന്. ഒരു രോഗിക്ക് ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടുന്നത്. ക്ലിയർ ആയോ? ഓർമ്മയുണ്ട് അതൊക്കെ പറഞ്ഞത്? എന്താണ്? പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് അല്ലെ? നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഒരു രോഗിയെ എന്താണ് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകി നല്ല രീതിയിലുള്ള ഹെൽത്തും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നോർമൽ ലൈഫിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഔട്ട്കം കിട്ടുന്നുണ്ട്. അതും എന്താണ്? ഒരു ഫാക്ടറായിട്ടാണ് പറയുന്നത്. ഇനി എന്താണ്? ബെഡ് അവൈലബിലിറ്റി. ബെഡിന്റെ അവൈലബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? അഡ്മിഷൻ ക്രൈറ്റീരിയയില് നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? നല്ല രീതിയിൽ ആർക്കാണോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ രോഗിക്ക് എന്ത് ചെയ്യാം? ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ എന്താ പറയുന്നത്? പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് ലൈഫ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. ഡയഗ്നോസിസ് അല്ലെ? രോഗനിർണയവും ഒരു എന്താണ് ഐസിയുവിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയയിലുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. പ്രോഗ്നോസിസ് അറിയാലോ, പ്രവചനം. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവചിക്കുന്നുണ്ട് അല്ലെ? ഇപ്പോ വാർഡിൽ നിന്ന് ഒരു രോഗിയെ ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെറ്റർ ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ ആ രോഗിക്ക് ബെറ്റർ ലൈഫ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? പ്രവചിക്കുന്നുണ്ട്. അതും എന്താണ്? ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. അതെന്താ? പിന്നെന്താണ് പറയുന്നത്? പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. പ്രോഗ്നോസിന്റെ അത് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇന്റർവെൻഷൻസിലും പറയുന്നത് അല്ലെ? എന്താണ്? ഇടപെടൽ അല്ലെ? ഡോക്ടറും രോഗിയും തമ്മിൽ നല്ലൊരു ഇടപെടൽ അല്ലെ? ആ രോഗിക്ക് ബെറ്റർ കെയറിംഗ് അല്ലെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നല്ലൊരു ഇടപെടൽ ലഭിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഔട്ട്കം അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ബെഡിന്റെ അവൈലബിലിറ്റി. ക്ലിയർ ആയാലും ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ടോപ്പിക് ആണ്. സെക്കൻഡ് പോയിന്റ് പറയണോ? സെക്കൻഡ് പോയിന്റ് എന്താണ്? പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ? എന്താണ് ഐസിയുവിൽ പല ലൈഫ് സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തെറാപ്പിസ്റ്റുകൾ, സ്ട്രോക്ക് ഒക്കെ വന്ന ആൾക്കാരാണെങ്കിൽ തെറാപ്പിസ്റ്റുകൾ അവിടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് ഒരു ലൈഫ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ച് ആവശ്യം അനുസരിച്ചിട്ട് ലൈഫ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോഗ്നോസിസ് എന്താണ്? പ്രവചനം. ഇപ്പൊ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇപ്പൊ വാർഡിൽ കിടക്കുന്ന ഒരു രോഗി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവേണ്ടെങ്കിൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്? ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയാണ് ഈ രോഗിയെ ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോ ഹെൽത്ത് കണ്ടീഷൻ ഒന്നുകൂടി ബെറ്റർ ആവാനും അവർക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആർക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? സിവിയർ ആയിട്ട് ഇൽനെസ് ഉള്ളത്, തീവ്രമായിട്ട് രോഗമുള്ളത് ആർക്കാണോ ആ പേഷ്യന്റിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഫസ്റ്റ് പ്രയോറിറ്റൈസേഷൻ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാട്ടോ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? Connection with the parent unit is necessary for proper treatment of patients in ICU. എന്താണ് parent unit എന്ന് പറഞ്ഞാൽ? parent unit ഇതിൽ പറയുന്നത് parent യൂണിറ്റും ഐസിയുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് പാരന്റ് യൂണിറ്റും ഐസിയും തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പാരന്റ് യൂണിറ്റ് എന്താണെന്ന് അറിയോ? ഐഡിയ എന്താ പാരന്റ് യൂണിറ്റ് എന്ന്?
Yes or no? Parent unit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പാരന്റ് യൂണിറ്റ് ആയിരിക്കും ഏത് ഐസിയുയിലേക്കാണ് ഇപ്പോ കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നതെങ്കിൽ ഏത് ഐസിയുയിലോട്ടായിരിക്കും ആ പേഷ്യന്റിനെ കൊണ്ടുപോവാ കാർഡിയാക് അറസ്റ്റ് ആയിട്ടുള്ള രോഗിയെ കൊണ്ടുവരുമ്പോ ഏത് ഐസിയുയിലോട്ട് കൊണ്ടുപോകും കാർഡിയാക് ഐസിയുവില് കൊണ്ടുപോകും അല്ലെ അപ്പൊ ഈ പാരന്റ് യൂണിറ്റ് ആണ് ഇദ്ദേഹത്തെ കാർഡിയാക് ഐസിയുവിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് ക്ലിയർ ആയോ കൺസെപ്റ്റ് പാരന്റ് യൂണിറ്റ് ആണ് കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു രോഗിയെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഐസിയുവിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് റഫർ ചെയ്ത് കൊടുക്കുന്നത് പാരന്റ് യൂണിറ്റ് ആണ് ക്ലിയർ ആയോ ഓക്കെയാണോ 1 മിനിറ്റ് കേട്ടോ വെള്ളം കുടിക്കട്ടെ പാരന്റ് യൂണിറ്റിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ ക്ലിയർ ആയോ പാരന്റ് യൂണിറ്റ് എന്താണുള്ളത് കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് ഒരു പേഷ്യന്റിനെ വന്നിരിക്കുന്നത് എങ്കിൽ ഈ പാരന്റ് യൂണിറ്റ് ആണ് ഏത് ഐസിയുവിലോട്ടാണ് ആ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത് എന്ന് റഫർ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് പാരന്റ് യൂണിറ്റും ഐസിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം ക്ലിയർ ആയില്ലേ എന്താണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് 30 ICU rooms shall be held in morning at 9:11 AM under whom patient is admitted. The main decision regarding treatment treatment is taken in these rounds. എന്താ പറയുന്നത് ICU rounds ന്റെ ടൈം എന്ന് പറയുന്നത് 9 to 11 AM ആയിരിക്കണം മോർണിംഗില് 11 to 9 AM 9 to 11 AM ആയിരിക്കണം എന്ത് ഐസിയുവിന്റെ റൗണ്ട്സിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെ റൗണ്ട്സ് നടത്തുമ്പോൾ അവിടെ വെച്ച് പേഷ്യൻസിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള മെയിൻ ഡിസിഷൻ എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും ഈ റൗണ്ട്സിന് പോകുമ്പോഴായിരിക്കും ICU റൗണ്ട്സിൽ നിന്നായിരിക്കും മെയിൻ ഡിസിഷൻ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത് എവിടെ വെച്ചായിരിക്കും റൗണ്ട്സിലായിരിക്കും ICU റൗണ്ട്സിലായിരിക്കും മെയിൻ ഡിസിഷൻ എടുക്കുന്നത് ICU റൗണ്ടിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റൗണ്ട്സിന്റെ ടൈം 9 to 11 AM ആണ് ക്ലിയർ ആയോ ഓക്കെ ആണോ സെക്കൻഡ് പോയിന്റ് third point എന്തായിരിക്കാം the treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to patient എന്താ പറയുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെ ട്രീറ്റ്മെന്റ് അവർക്ക് എത്ര മരുന്ന് എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് അപ്പോ ICUവിലുള്ള പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ റിട്ടേൺ ചെയ്യുന്നത് ആരായിരിക്കാം സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കാം പിന്നെ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് എക്സ്റ്റെൻസീവ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിപുലമായിട്ടുള്ള രീതിയിലുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയുമാണ് day-to-day care procedures വരുന്നത് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് പാരന്റ് യൂണിറ്റും ICUവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ കാർഡിയാക് അറസ്റ്റുമായിട്ടാണ് ഫോർ എക്സാമ്പിൾ ആണ് മിസ് പറയുന്നത് കാർഡിയാക് അറസ്റ്റുമായിട്ടാണ് ഒരു രോഗി വരുന്നതെങ്കിൽ ആ പേഷ്യന്റിനെ ഏത് ICUവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് റഫർ ചെയ്ത് കൊടുക്കുന്നത് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ്
ICUവിന്റെ റൗണ്ട്സ് ടൈം എന്ന് പറയുന്നത് 9 to 11 AM ആണ്. ആ റൗണ്ട്സ് ടൈമിലാണ് പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്തൊക്കെ ട്രീറ്റ്മെന്റ് പറയണം, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് എങ്ങനെയുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത്, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ഡിസിഷൻ എടുക്കുന്നത് ICU റൗണ്ട്സിൽ വെച്ചാണ്. പിന്നെ എന്താണ് പറയുന്നത്, പേഷ്യൻസിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളെ കുറിച്ച് എഴുതി വെക്കുന്നത് ആരാണ് ചെയ്യുന്നത്, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. അവിടെ കൊടുക്കുന്നത് എന്തായിരിക്കാം, ഇന്റൻസീവ് കെയർ ആയിരിക്കാം പേഷ്യൻസിന് നൽകുന്നത്. ക്ലിയർ ആയോ ഇത്രയും പോയിന്റ്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഡിസ്ചാർജ് പ്രോസസ്, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി എന്താണ് നോക്കാം. തേർഡ് പോയിന്റ്, 3 പോയിന്റുകളാണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, patients who are recovered and are steady can be discharged. എന്താ പറയുന്നത്, പേഷ്യൻസ് റിക്കവർ ആയി കഴിഞ്ഞാൽ അല്ലെ, സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, റിക്കവർ ആയി കഴിഞ്ഞാൽ അവരെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, പേഷ്യന്റ് റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ICUവിൽ നിന്ന് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്നത് സെക്കൻഡ് പോയിന്റ് നോക്കാം. പേഷ്യൻസ് ഇൻ ഹൂം immediate threat is lessened but needs close observation can either to be discharged to wards or in intermediate care area depending on the needs for ICU beds. Patients in whom immediate threat is lessened but needs close observation can either to be discharged to wards or in intermediate care area depending on the needs for ICU beds. എന്നാ മനസ്സിലായത്? പോയിന്റ് വൈസ് എന്തൊക്കെ മനസ്സിലായോ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ മക്കളെ സ്ക്രീൻ? കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോ മോളുടെ എന്തെങ്കിലും നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം. കാണുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും കാണുന്നുണ്ടെന്നാണോ പറയുന്നത്? ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, പേഷ്യന്റിനെ അല്ലെ നമ്മള് ഇന്റൻസീവ് കെയർ അല്ലെങ്കിൽ എന്താണ് തീവ്രമായിട്ടുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ICUവിൽ നമ്മൾ ഓരോ പേഷ്യൻസിനെയും എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് അല്ലെ. അപ്പോ അവരുടെ കണ്ടീഷൻ ലെസൻഡ് ആയിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്നുകൂടി സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവിടേക്ക് ഡിസ്ചാർജ് ചെയ്യാം, നമുക്ക് വാർഡിലേക്കോ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലേക്കോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെയും പറയാം, പേഷ്യൻസിനെ നമ്മള് ICUവിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് നമുക്ക് എന്താണ്, എമർജൻസി കെയർ അല്ലെങ്കിൽ തീവ്രമായിട്ട് കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെയാണ് നമ്മള് ICUവിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ലെസൺ എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാല് എവിടേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, വാർഡിലേക്കോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലേക്കോ ഷിഫ്റ്റ് ചെയ്യാം. അത്ര വരെ മനസ്സിലായില്ലേ? ഇനി ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ അറിയോ? ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറഞ്ഞാലോ, അറിയില്ല, പറയാം. എന്താണ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറഞ്ഞാല് വാർഡിനും, ശ്രദ്ധിച്ചേക്കണേ, വാർഡിനും
ICUക്കും ഇടയിലുള്ള ഏരിയയാണ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറയുന്നത്. എന്താണ്? വാർഡിനും ICUനും ഇടയിലുള്ള ഏരിയ. വാർഡിനും ICUനും ഇടയിലുള്ള ഏരിയയാണ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് പേഷ്യൻസിന്റെ തീവ്രത അല്ലെ, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ ലെസൻഡ് ആയിട്ടുണ്ടെങ്കിൽ, അവരൊന്നുകൂടി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ICUവിൽ നിന്ന് വാർഡിലേക്കോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലേക്കോ ഷിഫ്റ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ്സ് ഓഫ് ICU ബെഡ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറഞ്ഞാല് വാർഡിനും ICUവിനും ഇടയിലുള്ള ഏരിയയാണ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് തേർഡ് പോയിന്റ് നോക്കാം. Patients in whom death is agreed to be impending, even if intensive care is continued, again kept in ICU depending on the availability of resources. എന്താ പറയുന്നത്? ICUവിൽ കിടക്കുന്ന പേഷ്യന്റ് എന്തായാലും ഡെത്ത് ആവും അല്ലെങ്കിൽ എന്തായാലും മരിക്കും എന്നുള്ള പേഷ്യന്റ് ഉണ്ടെങ്കിൽ ICUവിൽ തന്നെ നമ്മൾക്ക് ഇന്റൻസീവ് കെയർ നൽകി അവരെ കെയർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? ഏതാണ്? എന്തായാലും മരിക്കും എന്നുള്ള പേഷ്യന്റ് ICUവിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ICUവിൽ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാം? ICUവിൽ തന്നെ കിടത്തി ഇന്റൻസീവ് കെയർ നൽകാവുന്നതാണ്. അതാണ് ലാസ്റ്റ് വൺ ഡിസ്ചാർജിങ് പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? 3 പോയിന്റും. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? അവരുടെ കണ്ടീഷൻ അല്ലെ, അവിടെ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്നുകൂടി റിക്കവർ ആവേണമെങ്കിൽ അവയെ നമ്മൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് പറയുന്നത്? എന്താണ് അവിടെ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ലെസൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വാർഡിലേക്കോ ഇന്റർമീഡിയറ്റ് ഏരിയയിലേക്കോ പ്രവേശിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറയുന്നത് ICUവിന്റെയും വാർഡിന്റെയും ഇടയിലുള്ള ഏരിയയാണ്. ഓക്കെ, ഈ തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? എന്തായാലും മരിക്കും അല്ലെ, അവര് ആ പേഷ്യന്റ് എന്തായാലും മരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ ICUവിൽ കിടത്തി ഇന്റൻസീവ് കെയർ നൽകി ചികിത്സിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഡിസ്ചാർജ് പ്രൊസീജിയറിൽ വരുന്നത്. ഓക്കെ ആണോ? തേർഡ് പോയിന്റ് വരെ ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റീസ് in charge of ICUs. ഇൻചാർജ് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ICUയുടെ ഇൻചാർജ് ആരാണ് പറയാൻ പറ്റോ? ICUവിലെ ഇൻചാർജ് ആരായിരിക്കും? Who is the in charge of ICU? Okay, very good. Intensivist ട്ടോ. ICUവിലെ തീവ്ര പരിചരണം നടത്തുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ഇന്റൻസീവിസ്റ്റുകൾ എന്ന് പറഞ്ഞാല്. ഇനി ICUവിലെ ഇൻചാർജുകളായിട്ട് വരുന്നത് ആരാണ്? ഇന്റൻസീവിസ്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും അറിയാമോ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? In representative for unit in administrative എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റൻസീവിസ്റ്റ് എന്ന് പറഞ്ഞാല് ICUവിന്റെ ഇൻചാർജ് ആണ്. ഇപ്പോ നിങ്ങൾ ഒരു വാർഡിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവിടെ എന്താണ് ഓരോ വാർഡിലും ഇൻചാർജുകൾ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇൻചാർജ് എന്ന് പറയാൻ പറ്റും അല്ലെ, ഇൻചാർജ് ഉണ്ട്. അപ്പോ ഇൻചാർജിന് നമ്മൾക്ക് എന്ത് പറയാം? അവിടുത്തെ HOD എന്ന് പറയാം അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് എന്നും നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ് അവിടുത്തെ ഇൻചാർജുകളെ നമുക്ക് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കൂടി പറയാം. ICUവിലെ ഇൻചാർജിനെ പറയുന്നതാണ് ഇന്റൻസീവിസ്റ്റ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യം നിർവഹണം അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭരണം നടത്തുന്നത് അല്ലെ.
അപ്പൊ അവിടുത്തെ ICUവിലെ ഭരണം നടത്തുന്നതിനുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഇന്റൻസിവിസ്റ്റ് പ്രവർത്തിക്കുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളും ICUവിലെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, എല്ലാം നടത്തുന്നതും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫിനെ ഗൈഡ് ചെയ്യുന്നതും പേഷ്യൻസിന് എന്തൊക്കെ ചികിത്സ നൽകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരായിരിക്കാം? ഇൻചാർജ് ആയിരിക്കാം, ഇന്റൻസിവിസ്റ്റ് ആയിരിക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ അല്ലെ. എന്താണ് ക്ലിനിക്കൽ കെയർ? എല്ലാ രോഗികൾക്കും നല്ല രീതിയിൽ ക്ലിനിക്കൽ കെയർ, കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ട് ക്ലിനിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തേർഡ് പോയിന്റ് പറയുന്നത് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care but also for the use of unfamiliar equipments. എന്താ പറയുന്നത്? അവിടുത്തെ ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ സ്റ്റാഫുകളെ എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്താണ്? അവരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, മേൽനോട്ടം അല്ലെ, അവരെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പിന്നെ എന്താ ഡ്യൂട്ടി എന്ന് പറയുന്നത്? പേഷ്യന്റ് കെയർ കൊടുക്കുന്നതും പിന്നെ എന്താണ്? അതിന് വേണ്ടിയിട്ട് അവർക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവാം. അപ്പൊ അതിനെ കുറിച്ച് ആ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നുകൂടിയും പറയാം. എന്താണ്? അവിടുത്തെ മെഡിക്കൽ അല്ലെങ്കിൽ ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ആ ജൂനിയർ സ്റ്റാഫുകൾക്ക് അവർക്ക് അറിയാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് എന്താണ്? ടീച്ച് ചെയ്യുന്നത് അല്ലെ. ടീച്ചിങ് എന്ന് പറഞ്ഞത് അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ടീച്ചിങ്. അതുപോലെ എന്താണ്? അവർക്ക് മേൽനോട്ടം, അവരെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, ഓരോ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെ വെക്കണം, എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? തേർഡ് പോയിന്റ് ഓക്കെ ആണോ? ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Is responsible for purchasing and servicing of ICU equipments അല്ലെ. ICUലുള്ള എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുകയും വാങ്ങുകയും അതുപോലെ അത് എങ്ങനെയാണ് അതിന്റെ സർവീസുകൾ സേവനങ്ങളും നടത്തുന്നുണ്ട്. അതും ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി എന്താ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Should initiate research and be recognized as an അതോറിറ്റി. എന്താ പറയുന്നത്? ICUവിൽ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ്? ഓരോ ഗവേഷണങ്ങൾ ഉണ്ടാകും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെയാണ് നമ്മുടെ റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ICUവിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗവേഷണത്തിന് ഇനീഷ്യേറ്റ് എടുക്കുന്നത്, അത് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുക്കുന്നത് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. എന്താണ്? ഇനീഷ്യേറ്റ് അല്ലെ. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ട ഇനീഷ്യേറ്റ് എടുക്കുന്നതും ആ റിസർച്ച് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് അധികാരം നൽകുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ICU ഇൻചാർജിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. പിന്നെ എന്താ ലാസ്റ്റ് വൺ നോക്കാം. ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് വിത്ത് സ്റ്റാഫ് എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളെയും എന്ത് ചെയ്യുന്നത്? റിജിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവലോകനം അല്ലെ. എന്താണ്? ഓരോ സ്റ്റാഫുകളോടും ഇത് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണെന്നുള്ളത് അവിടുത്തെ ഓരോ സ്റ്റാഫുകളോടും കൂടി ചേർന്ന് അവലോകനം നടത്തുന്നുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പോയിന്റ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞത്? അവിടുത്തെ എല്ലാ ICUവിലെയും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്തുന്നത് അല്ലെ, ഭരണം നടത്തുന്നത് ICU ഇൻചാർജ് ആണ്. പിന്നെന്താണ്? ക്ലിനിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ക്ലിനിക്കൽ കെയർ ഓരോ പേഷ്യൻസിനും കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്.
പിന്നെ എന്താണ് ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടാവും, അവരുടെ മേൽനോട്ടം വഹിക്കുന്നതും അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങള് ടീച്ച് ചെയ്ത് കൊടുക്കുന്നത്, പേഷ്യൻസ് കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ എന്താണ് അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് ICU ഇൻചാർജിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. പിന്നെ എന്താണ് ICUയിൽ ഓരോ എക്യുപ്മെന്റ്സും പർച്ചേസ് ചെയ്യുന്നതും അതിനുള്ള സേവനങ്ങൾ നടത്തുന്നതും ആരാണ്? ICU ഇൻചാർജ് ആണ്. പിന്നെ ICUയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഗവേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എന്താണ് ICUയിലും ഗവേഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും അതുപോലെ ആ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കൊടുക്കുന്നതും ICU ഇൻചാർജ് ആണ്. പിന്നെ എന്താണ് എല്ലാ പേഷ്യൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? എല്ലാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളോടും ചേർന്നിട്ട് അവലോകനം നടത്തേണ്ടതുണ്ട്. അങ്ങനെ അവലോകനം നടത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ICU ഇൻചാർജിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും പോയിന്റ്? ഓക്കെയാണോ? ഇനി എന്താണ്? The hospital administration should ensure hospital administration ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ്? എൻഷുർ എന്ന് പറഞ്ഞാല് ഉറപ്പ് വരുത്തുക കേട്ടോ. ഉറപ്പ് വരുത്തുക. എൻഷുർ മീൻസ് ഉറപ്പ് വരുത്തുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ? അവരാണ് ഡ്യൂട്ടീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എങ്ങനെയാണ് പോകേണ്ടത്, ഇന്ന പോളിസിയിലൂടെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അപ്പൊ അവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പോളിസീസ് ഇന്ന രീതിയിലൂടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ഓരോ പേഷ്യൻസിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സേഫ്റ്റി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ്, സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മതിയായ അല്ലെ? മതിയായ രീതിയിൽ നല്ല രീതിയിലുള്ള റിസോഴ്സസ് ഓരോ പേഷ്യൻസിന് അല്ലെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ റിസോഴ്സുകള് നല്ല രീതിയിൽ എന്താണ്? മതിയായിട്ടുള്ള രീതിയിൽ ഓരോ റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്യണം. അത് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം പോകേണ്ടത്. ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം അല്ലെ? നല്ല രീതിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ടീംസുകളും നഴ്സിംഗ് സ്റ്റാഫുകളും കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എവിടെ? ICUയില്. ഓക്കെ. ഇനി എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം അല്ലെ? ഇപ്പോ ചില വാർഡിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് എമർജൻസി കാഷ്വാലിറ്റിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പേഷ്യൻസിനെയും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? റെഫർ ചെയ്യുന്നത്, ICUക്ക് റെഫർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ ജലദോഷമായിട്ട് വന്ന പേഷ്യൻസിനെയൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. തോന്നിയ പോലെ ഷിഫ്റ്റ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ലല്ലോ ICUവിൽ. ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസിന് മാത്രം എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യുന്നുണ്ട് അല്ലെ? നല്ല രീതിയിലുള്ള തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെ മാത്രമാണ് ICUവിൽ റെഫർ ചെയ്യേണ്ടത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് റെഫറൽ സിസ്റ്റം നടക്കുന്നുണ്ടോ? പിന്നെ എന്താണ്? ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണോ നല്ല രീതിയിലാണോ കെയർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ക്ലിയർ ആയില്ലേ? പിന്നെ എന്താ പറയുന്നത്? എൻഷുർ ക്വാളിറ്റി അഷൂറൻസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അഷൂറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അഷൂറൻസ് അഷൂറൻസ് എന്തായിരിക്കാം? വെരി ഗുഡ്. ഉറപ്പ് വരുത്തുക അല്ലെ? ക്വാളിറ്റി കെയർ അല്ലെ? ICUവിലുള്ള പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. അങ്ങനെ ക്വാളിറ്റി ആയിട്ട് കെയർ കൊടുക്കുന്നുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യേണ്ടതാണ്? ഹോസ്പിറ്റൽ
അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് നോക്കാം. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. എന്താ പറയുന്നത്? ICUയിൽ വരുന്ന പേഷ്യൻസിന് ഹോസ്പിറ്റലിന് ഒരു പോളിസി ഉണ്ടാവും അല്ലെ. ഇതില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റും എങ്ങനെയുള്ള രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള പോളിസീസ് ഒക്കെ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ ഡിസ്ചാർജ് അല്ലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഡിസ്ചാർജുകൾ നടക്കുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഉത്തരം പോയിന്റ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യൻസിന് സേഫ്റ്റി അല്ലെ, സേഫ്റ്റി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്? നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്? സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ നഴ്സിംഗ് ടീമുകളാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താ? ഗുണനിലവാരമുള്ള കെയർ അല്ലെ, നല്ല നിലവാരത്തോടു കൂടിയ കെയർ, അതുപോലെ എന്താണ് പ്രോപ്പർ ആയിട്ട് റഫറൽ സിസ്റ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെന്താ പറയുന്നത്? ക്വാളിറ്റി കെയർ അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തണം. നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താ പറയുന്നത്? പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയർ നടത്തുമ്പോൾ ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുള്ള പോളിസിയിലൂടെയാണോ അല്ലെങ്കിൽ പ്രൊസീജിയറിലൂടെയാണോ അവര് ഡിസ്ചാർജും അഡ്മിഷനും നടത്തുന്നത് എന്നുള്ള കാര്യവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം, അതിന് എൻഷുർ ചെയ്യണം. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ ക്ലിയർ ആയോ? ബാക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ എടുക്കാം. ഓക്കെ ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഇത്രയും വരെയും പഠിച്ചിട്ട് വരണം കേട്ടോ. വരുമ്പോ